What we do here is go back. എല്ലാവർക്കും മോട്ടോ കാർപ്പറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിംഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. റിമോട്ട് കൺട്രോൾ കാർ അഥവാ RC കാറുമായിട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. 5 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന ഈ വാഹനത്തിന് 253 mm ആണ് വീൽ ബേസ്. ഏകദേശം 50 മിനിറ്റ്സ് മുതൽ 1 മണിക്കൂർ വരെയാണ് നമുക്ക് ഈ ബാറ്ററി ഫുൾ ചാർജ് ആകാൻ എടുക്കുന്നത്. അത് നമ്മൾ ചാർജ് ചെയ്യുന്ന അഡാപ്റ്ററിൻ്റെ പെർഫോമൻസ് പോലെ ഇരിക്കും. ഏകദേശം 1 മണിക്കൂർ ചാർജ് ചെയ്താൽ നമുക്ക് 15 മിനിറ്റ്സ് ആണ് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നത്. 15 മിനിറ്റ്സ് നമുക്ക് നല്ല പെർഫോമൻസിൽ ഉപയോഗിക്കാൻ പറ്റും. ആ ബാറ്ററി സ്റ്റോറേജ് വരുന്നത് ഇവിടെ 2 പിന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പെയർ വീലിൻ്റെ പിന്നൂരി നമ്മൾ നീക്കി കഴിഞ്ഞാൽ 1500 mAh ലിഥിയം അയൺ ബാറ്ററിക്ക് ഇവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ മുകളിലായിട്ട് നല്ലൊരു 4 LED വെച്ചിട്ടൊരു LED ബാർ ലൈറ്റ് നല്ല രസമായിട്ടുണ്ട്. ABS പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇതിൻ്റെ ബോഡി എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. 3 കിലോ ആണ് ഇതിൻ്റെ മൊത്തം വെയിറ്റ് വരുന്നത് വിത്ത് ബാറ്ററി വരുമ്പോൾ. 540 ബ്രഷ് ടൈപ്പ് മോട്ടറാണ് ഈ വാഹനത്തിന് ശക്തി വരുന്നത്. ഏകദേശം 40 km/h ഇത് സഞ്ചരിക്കും. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഡിഫറൻഷ്യലുകളാണ്. ഈ വാഹനത്തിൻ്റെ 4 വീലിലും ഡ്രൈവ് വരുന്നുണ്ട്. ഒരു 4 വീൽ ഡ്രൈവ് വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ 4 വീലുകളിലും ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ വന്നിട്ടുണ്ട്. ഹൈ സ്പീഡ് സ്ട്രോം കാറിൻ്റെ റിമോട്ടാണിത്. ഇതിൽ വരുന്ന സ്വിച്ചസ് ഇത് പവർ ഓൺ പവർ ഓഫ് ആണ്. ഇത് നമ്മുടെ വണ്ടി സ്റ്റിയർ ചെയ്യാനുള്ള കൺട്രോളാണ്, സ്റ്റിയറിംഗ് ആണ്. അതിൽ 2 റോട്ടറി ബട്ടൺസ് വരുന്നുണ്ട്. ഒന്ന് വണ്ടിയുടെ സ്പീഡ് നിയന്ത്രിക്കാനും മറ്റൊന്ന് വണ്ടിയുടെ ഫ്രണ്ടിലെ വീലിൻ്റെ അലൈൻമെൻറ്റുമാണ്. ഈ ട്രിഗറാണ് വണ്ടിയുടെ ഫോർവേഡ് ബാക്ക്വേഡ് ചലനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഏകദേശം 100 മീറ്ററാണ് ഈ റിമോട്ടിൻ്റെ റേഞ്ച് വരുന്നത്. നമുക്ക് 100 മീറ്റർ റേഞ്ചിൽ നിന്ന് ഈ വാഹനത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ RC കൺട്രോളിൽ വരുന്നത് 4 AA ബാറ്ററികളാണ്. അത് റീചാർജബിൾ അല്ല, നമ്മുടെ നോർമൽ AA ബാറ്ററീസാണ്. RC കൺട്രോൾ നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യിക്കുന്നതാണ്. പ്ലാസ്റ്റിക് ക്വാളിറ്റി അത്ര ഇല്ലെങ്കിലും മൊത്തം സ്വിച്ച് ക്വാളിറ്റിയും വൈകിയെല്ലാം ഓക്കെയാണ്. പ്ലാസ്റ്റിക് ക്വാളിറ്റി നമ്പർ 1 അല്ല, എന്നാലും മോശമല്ലാത്ത പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ്. അടുത്ത നമുക്ക് വണ്ടിയിൽ എങ്ങനെ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. കേബിൾസ് വരുന്നുണ്ട്. ഒന്ന് നമുക്ക് വണ്ടിയുമായിട്ട് ബന്ധിപ്പിക്കാനും വണ്ടിക്കുള്ള പവർ കൊടുക്കാനും, മറ്റൊന്ന് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ ചാർജറായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. അതിൽ റെഡും ബ്ലാക്കും മാത്രം വരുന്ന വലിയ പോർട്ടുള്ളത് വണ്ടിയായിട്ട് കണക്ട് ചെയ്യണം. അതിന് വണ്ടി നമ്മൾ തിരിച്ചു വെച്ചതിന് ശേഷം കണക്ട് ചെയ്യാൻ കുറച്ച് പാടുള്ള കേസാണ്. അവിടെ കൈ എത്തില്ല. ചെറിയ വയറുകളാണ് ഈ വീലിൻ്റെ ഇടയിലൊന്നും കൊടുക്കാതിരിക്കാൻ അവർ ചെറിയ വയർ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് പ്രിസൈസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ കേബിള് കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴെ കൂടെ എടുത്തിട്ട് ഈ ബാറ്ററി കമ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ വെക്കാം. ശേഷം ഈ വണ്ടിയുടെ ബൂട്ട്, ഈ സ്പെയർ വീലുള്ള ബൂട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം അതിന് 2 പിന്നുണ്ട്, ലോക്ക് ചെയ്തൊക്കെ ആ പിന്നിട്ട് ക്ലോസ് ചെയ്യാം. ശേഷം വണ്ടി ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ വണ്ടി കണക്ക് പിടിക്കാം. ഇവിടെ ഒരു റെഡ് ബട്ടൺ ഉണ്ട്, അതിലാണ് വണ്ടിയുടെ പവർ ഓൺ ഓഫ്. പവർ ഓൺ ആയി കഴിഞ്ഞാൽ മുകളിൽ 4 LED ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ശേഷം നമ്മൾ റിമോട്ടിലെ പവർ ബട്ടൺ ഓൺ ആക്കി അത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ റിമോട്ടിൽ ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കണക്റ്റ് ആവും.
ഇല്ലടാ